വാശിയേറിയ ഈ T20 ലോകകപ്പിനിടയ്ക്ക് ക്രിക്കറ്റ് ലോകത്ത് മറ്റൊരു വൻകരയിൽ നിന്നുള്ള വളരെ കൗതുകരമായ ഒരു തുറന്നു പറച്ചിൽ വാർത്തയായിരുന്നു. ആ തുറന്നു പറച്ചിൽ ഒരു അമ്പയറുടേതായിരുന്നു. ഒരുപക്ഷെ ഇന്ത്യക്കാർ ഏറ്റവും വെറുക്കുന്ന ഒരു അമ്പയറുടെ വെളിപ്പെടുത്തൽ. പ്രത്യേകിച്ചും ക്രിക്കറ്റ് ദൈവം സച്ചിൻ രമേശ് ടെണ്ടുൽക്കർ ഫാൻസ് തീർച്ചയായും അത്രയേറെ വെറുക്കുന്ന ഒരു അമ്പയർ വേറെ ഉണ്ടാകില്ല. പക്ഷേ എത്രയൊക്കെ നമ്മൾ വെറുത്താലും ആ അമ്പയർ ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും മികച്ച അമ്പയർമാരിൽ ഒരാളാണ്, ഇതിഹാസമാണ്. ഇക്കുറി ആ തുറന്നു പറച്ചിലേക്ക് നമുക്കൊരു യാത്ര പോകാം. 2003-2004 ഇന്ത്യയുടെ ഓസ്ട്രേലിയൻ പര്യടനത്തിലെ ബ്രിസ്ബെയിൻ ടെസ്റ്റിൽ ഇന്ത്യൻ ബാറ്റിംഗ് ഇതിഹാസം, ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കറെ LBW ഔട്ട് വിളിച്ച തൻ്റെ തീരുമാനം തെറ്റായിരുന്നുവെന്ന് തുറന്നു പറഞ്ഞുകൊണ്ട് മുൻ വിൻഡീസ് അമ്പയറായ സ്റ്റീവ് ബക്നർ രംഗത്ത് വന്നതാണ് ഇങ്ങിവിടെ ഇന്ത്യൻ വനകരയിൽ ഈ ലോകകപ്പ് നടക്കുമ്പോഴും മറ്റൊരിടത്തു നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. മീൻവൈൽ ഇന്നത്തെ ദിവസത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. 16 years ago, 16 വർഷങ്ങൾക്ക് മുമ്പാണ് സച്ചിൻ ടെണ്ടുൽക്കർ became the first batter in ODI history to break the 200 run barrier. സച്ചിൻ 200 റൺസ് എടുത്ത, ഏകദിനത്തിൽ 200 എന്ന ബാരിയർ ചാടിക്കടന്ന ആ ഒരു ദിനം. രവിശാസ്ത്രി അലറിയതുപോലെ ഫസ്റ്റ് മാൻ ഓൺ ദ പ്ലാനറ്റ് ടു റീച്ച് 200, ദ സൂപ്പർമാൻ ഫ്രം ഇന്ത്യ. നമുക്ക് അത് അവിടെ വിടാം. ബക്നറുടെ തുറന്നു പറച്ചിലിനും സച്ചിൻ്റെ ഈ ഡബിൾ സെഞ്ചുറിയുടെ 16ാം വാർഷികത്തിനും ഏതാണ്ട് ഒരേ ദിവസമാണ് എന്നത് കേവലം യാദൃശ്ചികമായി തോന്നാം. അന്നത്തെ ആ മത്സരത്തിലേക്ക് വരുമ്പോൾ ഓസ്റ്റമിന് പുറത്തേക്ക് പോയ ജേസൺ ഗില്ലസ്പിയുടെ പന്ത് സച്ചിൻ ബാറ്റ് ഉയർത്തി ലീവ് ചെയ്തെങ്കിലും തൈപ്പാഡിൽ തട്ടിയിരുന്നു. ഓസീസ് താരങ്ങൾ LBWവിനായി വലിയ ഉറപ്പൊന്നുമില്ലാത്ത ഒരു അപ്പീൽ നടത്തിയതിന് പിന്നാലെയായിരുന്നു സ്റ്റീവ് ബക്നർ ഓസീസ് താരങ്ങളെപ്പോലും അമ്പരപ്പിച്ചുകൊണ്ട് വിരലുയർത്തിയത്. അടുത്ത പന്തിനായി തയ്യാറെടുക്കാൻ മനസ്സുകൊണ്ട് ഒരുങ്ങി നിൽക്കുകയായിരുന്ന സച്ചിനും ബക്നറുടെ ആ തീരുമാനം അന്ന് വിശ്വസിക്കാനായില്ല. അവിശ്വസനീയതയോടെ അമ്പയറെ നോക്കിയ ശേഷമാണെന്ന് സച്ചിൻ ക്രീസ് വിട്ടത്. അന്ന് വെറും 3 റൺസ് എടുത്തിട്ടായിരുന്നു സച്ചിൻ ബക്നറുടെ ഈ തെറ്റായ തീരുമാനത്തിലൂടെ പുറത്തായത്. അമ്പയറിംഗിൽ നിന്നും വിരമിച്ച ബക്നർ വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് അമ്പയേഴ്സ് അസോസിയേഷന് നൽകിയ ഒരു അഭിമുഖത്തിലാണ് ഇങ്ങനെ ഒരു കുറ്റസമ്മതം നടത്തിയത്. സച്ചിനെ ഔട്ട് വിരിച്ചത് ഒരു തെറ്റായിരുന്നു എന്ന് എനിക്ക് ബോധ്യമുണ്ട്. ഇന്നും ആളുകൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നു. സച്ചിൻ ഔട്ടായിരുന്നു, എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് എന്നൊക്കെ. ഈ ചോദ്യങ്ങൾ പലപ്പോഴും എൻ്റെ നേരെ വരാറുണ്ട്. ജീവിതത്തിൽ തെറ്റുകൾ സംഭവിക്കാം, അത് ഞാൻ അംഗീകരിക്കുന്നു എന്നായിരുന്നു ബക്നറുടെ കഴിഞ്ഞ ദിനത്തെ വാക്കുകൾ. അന്ന് കളി തത്സമയം കണ്ടുകൊണ്ടിരുന്ന ആരാധകർക്കും കമൻറ്റേറ്റർക്കും ഒന്നും ബക്നറുടെ ആ തീരുമാനം വിശ്വസിക്കാനായിരുന്നില്ല. ആ സമയത്തെ പ്രശസ്ത കമൻറ്റേറ്റർ ടോണി ഗ്രേഗ് ആ തീരുമാനത്തെ ഷോക്കിംഗ് ഡിസിഷൻ, ഞെട്ടിപ്പിക്കുന്ന തീരുമാനം എന്നാണ് വിശേഷിപ്പിച്ചത്. പന്തിൻ്റെ ബൗൺസും മൂവ്മെൻറ്റും പരിശോധിച്ചാൽ അത് വിക്കറ്റിന് മുകളിലൂടെ പോകുമെന്ന് തീർച്ചയായും വ്യക്തമായിരുന്നു. പക്ഷേ അന്ന് ബക്നർ അതിന് ഔട്ട് വിളിക്കുകയായിരുന്നു. സച്ചിനും ബക്നറും തമ്മിലുള്ള ഈ പോര് പിന്നീട് പലതവണ ആവർത്തിച്ചിട്ടുണ്ട്. പിന്നീട് മാത്രമല്ല, അതിനു മുമ്പും നടന്നിട്ടുണ്ട്. പലതവണ ബക്നറുടെ തെറ്റായ തീരുമാനത്തിൽ സച്ചിൻ പുറത്തായിട്ടുമുണ്ട്. സൂപ്പർ താരം സച്ചിൻ ടെണ്ടുൽക്കറെ പല സമയങ്ങളിലും ഇങ്ങനെ തെറ്റായി ഔട്ട് വിധിക്കുക വഴി ഇന്ത്യൻ ആരാധകരുടെ കണ്ണിലെ കരടായി മാറുകയും ചെയ്തിട്ടുണ്ട് വെസ്റ്റ് ഇൻഡീസുകാരനായ സ്റ്റീവ് ബക്നർ. ബക്നറിനെ പോലെ ഇന്ത്യൻ ആരാധകരുടെ വിമർശനം ക്ഷണിച്ചു വരുത്തിയ മറ്റൊരു അമ്പയർ ക്രിക്കറ്റ് ലോകത്ത് ഉണ്ടോ എന്ന് തന്നെ സംശയമാണ്. 35ാമത് ടെസ്റ്റ് സെഞ്ചുറി എന്ന ചരിത്ര നേട്ടത്തിലേക്കുള്ള കുതിപ്പിൽ ഈഡൻ ഗാർഡൻസിൽ പാകിസ്ഥാന് സച്ചിൻ്റെ വിക്കറ്റ് അങ്ങോട്ട് ദാനം നൽകിയ ബക്നറെ എങ്ങനെയാണ് ആരാധകർ, പ്രത്യേകിച്ചും സച്ചിൻ ആരാധകർ, ഇന്ത്യൻ ആരാധകർ മറക്കുക? ഒരിക്കൽ ബക്നറെ കുറിച്ച് ചോദിച്ചപ്പോൾ സച്ചിൻ തന്നെ തമാശയായി പറഞ്ഞത്, ഞാൻ ബാറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ബോക്സിംഗ് ഗ്ലൗസ് നൽകണമെന്നാണ്. എന്നാൽ പിന്നെ അദ്ദേഹത്തിന് വിരലിങ്ങനെ ഉയർത്താൻ കഴിയില്ലല്ലോ എന്നായിരുന്നു സച്ചിൻ്റെ വളരെ പ്രശസ്തമായ ആ മറുപടി. കഴിഞ്ഞ ദിനത്തിലിതുപോലെ തന്നെ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം അമ്പയർ തൊപ്പിയൊക്കെ അയച്ചു വെച്ചതിന് ശേഷം തൻ്റെ അമ്പയറിംഗ് കരിയറിൽ സച്ചിൻ ടെണ്ടുൽക്കർക്കെതിരെ തെറ്റായി ഔട്ട് വിധിച്ചിട്ടുണ്ട് എന്ന് തുറന്നു സമ്മതിച്ചുകൊണ്ട് ബക്നർ നേരത്തെയും രംഗത്ത് വന്നിരുന്നു. ഏതാണ്ട് ഒരു 5 വർഷം മുമ്പ് 2020 കാലഘട്ടത്തിൽ ബാർബഡോസിലെ ഒരു റേഡിയോ പരിപാടിയിലാണ് അന്ന് ഇതേക്കുറിച്ച് ബക്നർ മനസ്സ് തുറന്നത്. അത് ഇങ്ങനെയായിരുന്നു: തെറ്റായ സന്ദർഭങ്ങളിൽ ഞാൻ 2 തവണ സച്ചിനെതിരെ ഔട്ട് വിളിച്ചിട്ടുണ്ട്. അന്ന് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: തെറ്റായ തീരുമാനം എടുക്കാൻ ഏതെങ്കിലും അമ്പയർ മനഃപൂർവ്വം മുതിരുമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ കരിയറിൽ സംഭവിക്കുന്ന പിഴവുകൾ എക്കാലവും അദ്ദേഹത്തോടൊപ്പം ഉണ്ടാകും. ഭാവിയിൽ അപകടത്തിൽ ഇത് ചാടിക്കുകയും ചെയ്യുമെന്നാണ് ബക്നർ അന്ന് ഏറ്റുപറഞ്ഞത്. അതിനൊപ്പം അദ്ദേഹം ഇത്ര കൂടിയും കൂട്ടിച്ചേർക്കുകയുണ്ടായി: തെറ്റുകൾ വരുത്തുന്നത് മാനുഷികമാണ്. ഒരിക്കൽ ഓസ്ട്രേലിയയിൽ വെച്ച് ഞാൻ സച്ചിനെതിരെ LB അനുവദിച്ചിട്ടുണ്ട്. സത്യത്തിൽ ആ പന്ത് വിക്കറ്റിന് മുകളിലൂടെയാണ് പോയത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ബക്നർ കഴിഞ്ഞ ദിനം നടത്തിയ ആ കുറ്റസമ്മതം. മറ്റൊരിക്കൽ ഇന്ത്യയിൽ വെച്ച് വിക്കറ്റ് കീപ്പർക്ക് ക്യാച്ച് നൽകി സച്ചിൻ പുറത്തായെന്ന് വിധിച്ചതും തെറ്റിപ്പോയിട്ടുണ്ട്. അന്ന് സച്ചിൻ്റെ ബാറ്റിനെ മറികടന്നതിന് ശേഷം പന്തിൻ്റെ പാതയിൽ വ്യതിയാനം സംഭവിച്ചു. ആ മത്സരം ഈഡൻ ഗാർഡൻസിലാണ് നടന്നത്. ഈഡൻ ഗാർഡൻസിൽ നടക്കുന്ന മത്സരത്തിൽ ഇന്ത്യ ബാറ്റ് ചെയ്യുമ്പോൾ ആർക്കുമൊന്നും കേൾക്കാനാകില്ല. കാരണം ഏതാണ്ട് 1 ലക്ഷത്തിലധികം കാണികളാണ് ഗാലറിയിൽ ബഹളം വയ്ക്കുക, അലറി വിളിക്കുക.
ആ 2 പിഴവുകളും പിന്നീട് ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്, അതേക്കുറിച്ച് നിരാശയുണ്ട്. മനുഷ്യനെന്ന നിലയിൽ തെറ്റുകൾ സ്വാഭാവികമാണ്. തെറ്റുകൾ അംഗീകരിച്ച് മുന്നോട്ട് പോകുന്നതും ജീവിതത്തിൻ്റെ ഭാഗമാണ്. അമ്പയർ ആയിരുന്നപ്പോൾ ഔട്ടല്ലാതെ ഒരു ബാറ്റ്സ്മാനെതിരെ തെറ്റായി ഔട്ട് വിധിച്ചു കഴിഞ്ഞാൽ പിന്നീടുള്ള രാത്രികളിൽ ഇതേക്കുറിച്ച് ഓർത്ത് എനിക്ക് ഉറക്കം കിട്ടാറില്ല. എന്നാൽ ഇപ്പോൾ അത് സംഭവിക്കാറില്ല. കാരണം അമ്പയർമാർക്ക് തെറ്റ് പറ്റിയാലും അത് തിരുത്താൻ DRS ഇന്ന് സഹായിക്കുന്നുണ്ട്. അമ്പയറെ സമാധാനത്തോടെ ഉറങ്ങാനും ഇതിലൂടെ സാധിക്കും എന്നാണ് അന്ന് 5 വർഷം മുമ്പ് ബക്നർ ഒരു റേഡിയോ പ്രോഗ്രാമിൽ പറഞ്ഞത്. ബക്നർ അതിനൊപ്പം തന്നെ നമുക്കറിയാം, അമ്പയറിംഗ് വിട്ടതിന് ശേഷം ന്യൂയോർക്കിൽ താമസമാക്കിയ ബക്നർ സച്ചിനെ പുകഴ്ത്താനും ആ ഒരു റേഡിയോ പരിപാടിയില്ലെന്ന് മറന്നിരുന്നില്ല. സച്ചിൻ്റെ കൈവശമുണ്ടായിരുന്ന ഷോട്ടുകളുടെ വൈവിധ്യമാണ് ഇത്രയധികം റൺസ് അദ്ദേഹത്തിന് വാരിക്കൂട്ടാൻ അദ്ദേഹത്തെ സഹായിച്ചതെന്നാണ് ബക്നർ ആ പരിപാടിയിൽ അഭിപ്രായപ്പെട്ടത്. താൻ കണ്ടിട്ടുള്ള ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളാണ് സച്ചിനെന്നും അന്ന് ബക്നർ പറയുകയുണ്ടായി. റൺസ് വാരിക്കൂട്ടുന്ന കാര്യത്തിൽ സച്ചിനെ വെല്ലാൻ ആരും ഉണ്ടായിരുന്നില്ല എൻ്റെ കാലത്ത്. ബാറ്റിങ്ങിനിടെ മറുവശത്ത് എന്ത് സംഭവിച്ചാലും സച്ചിൻ കുലുങ്ങാറില്ല. ഒരിക്കൽ സച്ചിൻ 96 റൺസുമായി 92-ൽ വാൻഡ്രേസിൽ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ ബാറ്റ് ചെയ്യുകയാണ്. ഇതിനിടെ നിൽപ്പിൽ അപ്പുറത്തു നിന്നും 3 വിക്കറ്റ് വീഴുകയുണ്ടായി. പക്ഷേ അതൊന്നും സച്ചിനെ ബാധിച്ചതേയില്ല. ഏറ്റവും മോശം പന്തിനായി ക്ഷമയോടെ കാത്തിരുന്ന് സച്ചിൻ അന്ന് 4 അടിച്ച് സെഞ്ചുറി തികക്കുകയായിരുന്നു എന്നാണ് ബക്നർ സച്ചിനെക്കുറിച്ച് ആ പ്രോഗ്രാമിൽ വിവരിക്കുന്നത്. രാജ്യാന്തര തലത്തിൽ 128 ടെസ്റ്റുകളും 181 ഏകദിനങ്ങളും നിയന്ത്രിച്ചിട്ടുള്ള അമ്പയറാണ് സ്റ്റീവ് ബക്നർ. 1989-ൻ്റെയും 2009-ൻ്റെയും ഇടയിൽ 128 ടെസ്റ്റ് മത്സരങ്ങളാണ് അദ്ദേഹം നിയന്ത്രിച്ചത്. ഇതിൽ തുടർച്ചയായി 5 ലോകകപ്പുകളും ഉൾപ്പെടുന്നു, ഏകദിന ലോകകപ്പുകൾ. അമ്പയറായി വരുന്നതിന് മുമ്പ് അദ്ദേഹം ഒരു ഫുട്ബോൾ പ്ലെയറും മാത്തമാറ്റിക്സ് ടീച്ചറുമൊക്കെയായിരുന്നു. ഇടയ്ക്ക് ഫുട്ബോൾ റഫറിയായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ബക്നറുടെ ഇഷ്ടതാരങ്ങൾ വിവിയൻ റിച്ചാർഡ്സും ബ്രയാൻ ലാറയുമാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട ബോളർ ഷെയ്ൻ ബോണാണെന്നും പിന്നീട് ഒരിക്കൽ അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ട്. ചലിക്കുന്ന ഒരു കവിത എന്നാണ് അദ്ദേഹം ലാറയെക്കുറിച്ച് അഭിപ്രായപ്പെട്ടത്. അപ്പോൾ സച്ചിനെതിരായ തീരുമാനങ്ങൾ മാത്രമല്ല, ജയിക്കാനാവുമായിരുന്ന ഒരു ടെസ്റ്റ് ഇന്ത്യ തോറ്റതും ബക്നറുടെ തെറ്റായ ചില തീരുമാനങ്ങളുടെ പേരിലായിരുന്നു. ക്രിക്കറ്റ് പ്രേമികളുടെ മനസ്സിൽ ഇന്നും നോവാണ് സ്റ്റീവ് ബക്നർ നിയന്ത്രിച്ച ആ ഇന്ത്യ ഓസീസ് ടെസ്റ്റ് മത്സരം. മങ്കി ഗേറ്റ് വിവാദത്തിൻ്റെ പേരിൽ കുപ്രസിദ്ധമായ ആ ടെസ്റ്റാണ് 2008-ലെ സിഡ്നി ടെസ്റ്റ്. മത്സരത്തിൽ 1-ാം ഇന്നിംഗ്സ് ലീഡ് നേടിയിട്ടും ഇന്ത്യ പിന്നീട് തോൽവി വഴങ്ങുകയായിരുന്നു. ഹർഭജൻ സിംഗ് ഓസീസ് താരം ആൻഡ്രൂ സൈമൺസിനെ കുരങ്ങൻ എന്ന് വിളിച്ചെന്ന ആ ഒരു ആരോപണത്തിൻ്റെ പശ്ചാത്തലത്തിൽ വിവാദത്തിൽ മുങ്ങിയ ടെസ്റ്റ് മത്സരത്തിൽ സ്റ്റീവ് ബക്നറും മാർക്ക് ബെൻസണുമായിരുന്നു ഓൺ ഫീൽഡ് അമ്പയർമാർ. അക്കാലത്ത് നമുക്കറിയാം DRS ഇല്ലായിരുന്നു. സിഡ്നി ടെസ്റ്റിൽ ആദ്യം ബാറ്റ് ചെയ്ത ഓസീസ് ഒരു ഘട്ടത്തിൽ 135-6 എന്ന നിലയിൽ തകർന്നടിഞ്ഞപ്പോൾ ഇഷാന്ത് ശർമ്മയുടെ പന്തിൽ ആൻഡ്രൂ സൈമൺസ് ക്യാച്ച് നൽകിയെങ്കിലും ബക്നർ അത് അനുവദിച്ചില്ല. ഒറ്റനോട്ടത്തിൽ ആർക്കും അത് ക്യാച്ച് അല്ല എന്ന് പറയാൻ സാധിക്കുമായിരുന്നില്ല. കാരണം അത്രയും വലിയൊരു എഡ്ജായിരുന്നു. ഇൻസൈഡ് എഡ്ജ് ചെയ്തുവെന്ന് വ്യക്തമായ പന്തിൽ ഇന്ത്യൻ താരങ്ങൾ പരമാവധി അപ്പീൽ ചെയ്തിട്ടും വിജയാഘോഷം നടത്തിയിട്ടും ബക്നർ അന്ന് വഴങ്ങിയില്ല. 30 റൺസായിരുന്നു അപ്പോൾ സൈമൺസിൻ്റെ വ്യക്തിഗത സ്കോർ. മത്സരത്തിൽ പിന്നീട് ലൈഫ് കിട്ടിയ സൈമൺസ് 160 റൺസ് അടിക്കുകയും ഓസീസിനെ 463 റൺസ് എന്ന നല്ലൊരു സ്കോറിലേക്ക് എത്തിക്കുകയും ചെയ്തു. സച്ചിൻ്റെയും ലക്ഷ്മണൻ്റെയും സെഞ്ചുറികളുടെ കരുത്തിൽ ഇന്ത്യ പക്ഷേ 69 റൺസിൻ്റെ 1-ാം ഇന്നിംഗ്സ് ലീഡ് ആ മത്സരത്തിൽ നേടി. 5-ം ദിനം 72 ഓവറിൽ 333 റൺസിൻ്റെ വിജയലക്ഷ്യമാണ് ഓസീസ് ഇന്ത്യക്ക് മുന്നിൽ വെച്ചത്. രാഹുൽ ദ്രാവിഡും സൗരവ് ഗാംഗുലിയും തമ്മിൽ ഇന്ത്യക്കായി മികച്ച കൂട്ടുകെട്ട് പടുത്തുയർത്തുന്നതിനിടെയാണ് സൈമൺസിൻ്റെ പന്തിൽ ദ്രാവിഡിനെ തെറ്റായി ബക്നർ ഔട്ട് വിളിക്കുന്നത്. 38 റൺസ് എടുത്ത ദ്രാവിഡിൻ്റെ ബാറ്റിൽ തട്ടാത്ത ഒരു പന്തിലായിരുന്നു ബക്നർ അന്ന് ഔട്ട് വിളിച്ചത്. റീപ്ലേകളിൽ ആ പന്ത് ബാറ്റിൽ തട്ടിയില്ലെന്ന് കൃത്യമായും വ്യക്തമായിരുന്നു. അതോടെ ബാറ്റിംഗ് തകർച്ച നേരിട്ട ഇന്ത്യ ആ മത്സരം കൈവിടുകയും ചെയ്തു. മത്സരത്തിൽ 122 റൺസിനാണ് ഇന്ത്യ അന്ന് പരാജയപ്പെട്ടത്. അതുപോലെ 2-1 ഇന്ത്യ ജയിക്കേണ്ട ആ പരമ്പര 1-2 ഇന്ത്യ തോൽക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ ഒരു ചരിത്രം കൂടിയുണ്ട് ബക്നറുമായി ബന്ധപ്പെട്ട്. ഏതായാലും സ്റ്റീവ് ബക്നറുടെ തുറന്നു പറച്ചിൽ ക്രിക്കറ്റ് പ്രേമികളെ സംബന്ധിച്ചിടത്തോളം ഒരു നൊസ്റ്റാൾജിയുടെ ഭാഗം തന്നെയാണ്.